നമസ്കാരം. കേരളത്തിലെ ലഹരി വ്യാപാരത്തിന്റെ ആഴം എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്ന നടുക്കുന്ന വിവരം പുറത്തേക്ക്. കളമശ്ശേരി സർക്കാർ പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്നും വൻ കഞ്ചാവ് ശേഖരം പിടികൂടി. ഇന്നലെ പോലീസ് നടത്തിയ മിന്നൽ റെയ്ഡിലാണ് പോലീസിനെ പോലും ഞെട്ടിക്കുന്ന വിധത്തിൽ വൻതോതിൽ കഞ്ചാവ് പിടികൂടിയത്. പരിശോധനയിൽ കണ്ടെത്തിയത് 10 കിലോ കഞ്ചാവാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. കഞ്ചാവ് വിൽപ്പനയിലെ കൂട്ടാളികൾ ഓടി രക്ഷപ്പെട്ടു. ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. വിദ്യാർത്ഥികളിൽ നിന്ന് 2 മൊബൈൽ ഫോണുകളും തിരിച്ചറിയൽ രേഖകളും പിടിച്ചെടുത്തു. നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ കഞ്ചാവ് കേസിൽ പങ്കുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. ഒരു കോളേജ് ഹോസ്റ്റലിൽ നിന്ന് മാത്രമാണ് ഇത്രയും വലിയ തോതിൽ കഞ്ചാവ് പിടികൂടിയത് എന്നതാണ് ഏവരെയും നടുക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് പോലീസ് മിന്നൽ പരിശോധന നടത്തിയത്. ഓടി രക്ഷപ്പെട്ട 3 വിദ്യാർത്ഥികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. രാത്രി തുടങ്ങിയ പരിശോധന ഇന്ന് പുലർച്ചെ 4 മണി വരെ 7 മണിക്കൂറോളം നീണ്ടു. റെയ്ഡിനായി ഡാൻസ് ഓഫ് സംഘം എത്തുമ്പോൾ വിദ്യാർത്ഥികൾ കഞ്ചാവ് അളന്നു തൂക്കി ചെറിയ പാക്കറ്റുകളിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് റെയ്ഡിന് നേതൃത്വം നൽകിയ കൊച്ചി നാർക്കോട്ടിക് സെൽ ACP അബ്ദുൽ സലാം പ്രതികരിച്ചു. തൂക്കി വിൽപ്പനയ്ക്കായിട്ടുള്ള ത്രാസ് അടക്കം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഞ്ചാവ് വിൽപ്പനയ്ക്ക് എത്തിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ സജീവമായ ക്യാമ്പസിലാണ് കഞ്ചാവ് വിൽപ്പന നടന്നത് എന്നത് ഞെട്ടിക്കുന്നു. കാലങ്ങളായി SFI ആണ് പോളിടെക്നിക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. കൊച്ചിയിലെ കഞ്ചാവ് വിൽപ്പനക്കാർ ക്യാമ്പസുകളെയും സുരക്ഷിത കേന്ദ്രമാക്കുന്നു എന്ന് നടക്കുന്ന വിവരമാണ് ഇതോടെ പുറത്തു വരുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കഞ്ചാവ് കൊച്ചിയിലേക്കടക്കം ഒഴുകുന്നത്. കേരളത്തിലെ ലഹരി മാഫിയ സംഘങ്ങൾ ഒഡീഷയിലെ യുവാക്കളെ ഉപയോഗിച്ചാണ് നിലവിൽ ലഹരി കടത്തുന്നത്. മുൻപ് ഇവിടെ നിന്ന് ഒഡീഷയിൽ പോയി കഞ്ചാവ് വാങ്ങി വരുന്നതായിരുന്നു രീതി. ലഹരി ഇടപാടുകൾക്കായി മാത്രം കേരളത്തിലെത്തുന്ന ഒഡീഷക്കാരായ യുവാക്കളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ലഹരി വ്യാപനം തടയാൻ കൊച്ചി നഗരത്തിൽ കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ നിർദ്ദേശപ്രകാരം ഡാൻസ് ഓഫ് സംഘങ്ങളുടെ നിരീക്ഷണവും പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് വൻ കഞ്ചാവ് വേട്ടയും ഉണ്ടായിരിക്കുന്നത്.